നമസ്കാരം. മികച്ച ഒരു ബോളിംഗ് നിരയെ തന്നെയാണോ ICC ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീമിന് ലഭിച്ചിരിക്കുന്നത് എന്നൊരു സംശയം പലർക്കും ഉണ്ടായി കാണും. ഫെബ്രുവരി 19 ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ 4 സ്പിന്നർമാരെ ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ടീമിൽ ഇടം പിടിച്ച സ്പിന്നർമാർ. മുഹമ്മദ് ഷമി, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ് എന്നിവരാണ് ടീമിലെ പേസ് ബോളർമാർ. സീമിംഗ് ഓൾറൗണ്ടറായി ഹർദിക് പാണ്ഡ്യയും സ്ക്വാഡിലുണ്ട്. പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ വലിയ ആശങ്കയോടെയാണ് ഇന്ത്യൻ ടീം മുന്നോട്ട് പോകുന്നത്. പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തുന്ന മുഹമ്മദ് ഷമിയുടെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന T20 പരമ്പരയിലൂടെ ഷമി അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കാലിൽ ബാൻഡേജ് അണിഞ്ഞ് താരം പരിശീലനം നടത്തുന്നു എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ബുംറയ്ക്ക് ഓസ്ട്രേലിയൻ പര്യടനത്തിന്റെ പരിക്കേറ്റതും ഇക്കാര്യത്തിൽ ഇതുവരെ മറ്റു സ്ഥിരീകരണങ്ങളൊന്നും വരാത്തതും ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. മുഹമ്മദ് സിറാജ് ടീമിൽ ഇടം കണ്ടെത്തിയില്ല എന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. 3 പേസർമാരെ മാത്രം മതിയെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് സിറാജ് ടീമിൽ ഇല്ലാത്തതെന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അർഷ്ദീപ് സിംഗിന്റെയും ഹർദിക് പാണ്ഡ്യയുടെയും കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ഉറപ്പുള്ളത്. ഇംഗ്ലണ്ടിനെതിരെ T20 പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്ന അർഷ്ദീപ് സിംഗ് കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യക്കായി തിളങ്ങിയ താരമാണ്. ഇന്ത്യൻ നിരയിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തിയതും അർഷ്ദീപ് സിംഗ് ആയിരുന്നു. 8 മത്സരങ്ങളിൽ നിന്ന് 17 വിക്കറ്റുകളാണ് അർഷ്ദീപ് T20 ലോകകപ്പിൽ സ്വന്തമാക്കിയത്. ജസ്പ്രീത് ബുംറ 8 മത്സരങ്ങളിൽ നിന്ന് 15 വിക്കറ്റുകൾ സ്വന്തമാക്കി ഇന്ത്യൻ ബോളർമാരിൽ 2ാം സ്ഥാനത്തായിരുന്നു. അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ 11 വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു. ബുംറയുടെ മേൽ അമിതമായ ഭാരം വരുന്നത് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്പിന്നർമാർക്ക് കൂടുതൽ മുൻഗണന നൽകുന്ന തരത്തിൽ അന്തിമ ഇലവനെ രൂപപ്പെടുത്തി ഒരു റിസ്ക് എടുക്കാൻ ഇന്ത്യ തയ്യാറാകുമോ എന്നായിരുന്നു ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം. പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഇന്ത്യൻ ടീമിന്റെ മത്സരങ്ങളെല്ലാം നടക്കുന്നത്. പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യ തയ്യാറാകാത്തതാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റാൻ കാരണമായത്. ബോളർമാരെയും ബാറ്റർമാരെയും ഒരുപോലെ പിന്തുണച്ച ചരിത്രം ദുബായ് പിച്ചിലുണ്ട്. എന്നാൽ അടുത്തിടെ നടന്ന ഇന്റർനാഷണൽ ലീഗ് T20 ടൂർണമെന്റിൽ പേസർമാരെയാണ് ദുബായ് കൂടുതലായി പിന്തുണച്ചത്. ഈ ടൂർണമെന്റിൽ പേസർമാർ ആകെ 41 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ സ്പിന്നർമാർ 8 വിക്കറ്റുകൾ മാത്രമാണ് നേടിയത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിൽ സ്പിന്നർമാരെ തന്ത്രപരമായി ഉപയോഗിക്കാൻ തന്നെയാണ് രോഹിത് ശർമ്മയുടെ തീരുമാനം. ഇന്ത്യൻ നിരയിലെ സൂപ്പർ താരമായ ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിൽ ഉറപ്പില്ലാത്തതിനാൽ തന്നെ മറ്റ് ബോളർമാർ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായി വരും. ഫെബ്രുവരി 20 ബംഗ്ലാദേശിനെതിരെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം നടക്കുന്നത്. 23 പാകിസ്ഥാനെയും ഫെബ്രുവരി 2 ന്യൂസിലൻഡിനെയും ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിടും.